ആലപ്പുഴ കൊട്ടാരം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടന്നു. ക്ഷേത്രം ശ്രീകോവിലിൽ നിന്നും മേൽശാന്തിമാരായ കേശവൻ നമ്പൂതിരി, ബിനുമോൻ എന്നിവർ തെളിയിച്ച ദീപം പണ്ടാരയടുപ്പിൽ ജ്വലിപ്പിച്ചതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. കൊട്ടാരം വാഴുമമ്മേ, പ്രാർത്ഥന കേൾക്കൂ അമ്മേ. മനം നൊന്തു കരയുമ്പോൾ, വേദന മൊഴിയുമ്പോൾ ആശ്രയം നീയേ അമ്മേ. കൊട്ടാരം വാഴുമമ്മേ, പ്രാർത്ഥന കേൾക്കൂ അമ്മേ. മനം നൊന്തു കരയുമ്പോൾ, വേദന മൊഴിയുമ്പോൾ ആശ്രയം നീയേ അമ്മേ. ആശ്രയം നീയേ അമ്മേ. കൊട്ടാരം വാഴുമമ്മേ, പ്രാർത്ഥന കേൾക്കൂ അമ്മേ. മനം നൊന്തു കരയുമ്പോൾ, വേദന മൊഴിയുമ്പോൾ ആശ്രയം നീയേ അമ്മേ. കൊട്ടാരം വാഴുമമ്മേ, പ്രാർത്ഥന കേൾക്കൂ അമ്മേ. മനം നൊന്തു കരയുമ്പോൾ, വേദന മൊഴിയുമ്പോൾ ആശ്രയം നീയേ അമ്മേ. കൊട്ടാരം വാഴുമമ്മേ, പ്രാർത്ഥന കേൾക്കൂ അമ്മേ. മനം നൊന്തു കരയുമ്പോൾ, ആലപ്പുഴ ശ്രീ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൽ 41ാമത് പൊങ്കാല മഹോത്സവം നടന്നു. ക്ഷേത്രം ശ്രീകോവിലിൽ നിന്നും മേൽശാന്തിമാരായ കേശവൻ നമ്പൂതിരി, ബിനുമോൻ എന്നിവർ തെളിയിച്ച ദീപം പണ്ടാരയടുപ്പിൽ ജ്വലിപ്പിച്ചതോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. മഹാദേവനെ തപസ് ചെയ്ത പാർവതിയുടെ ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുന്നതിനും പരാശക്തിയെ ധ്യാനിച്ചു പ്രീതിപ്പെടുത്തുന്നതിനുമായി വ്രതശുദ്ധിയോടെ സ്ത്രീകൾ നടത്തിയ നേദ്യത്തെയാണ് പൊങ്കാലയുടെ സങ്കല്പമായി പുരാണങ്ങളിൽ പറയുന്നത്. നൂറുകണക്കിന് സ്ത്രീജനങ്ങൾ പൊങ്കാലയിടുവാൻ എത്തിയിരുന്നു. മാടസ്വാമി കാവലിരിക്കും അമ്മമാർക്ക് തുണയായി, അനുഗ്രഹം ചൊരിയാനായി ഞങ്ങൾ വന്നു കൈകൂപ്പുന്നേ. മാടസ്വാമി കാവലിരിക്കും അമ്മമാർക്ക് തുണയായി, അനുഗ്രഹം ചൊരിയാനായി ഞങ്ങൾ വന്നു കൈകൂപ്പുന്നേ. അനുഗ്രഹമേകുമീ അമ്പല നടയിലും